നമ്മളിന്ന് വീണ്ടും ഗരുഡ ട്രക്സിൽ വന്നേക്കാം. അപ്പൊ ഗരുഡ ട്രക്സിലത്തെ വണ്ടികൾ ഇന്ന് പരിചയപ്പെടുത്തണേ. അപ്പൊ കുറച്ച് വണ്ടികൾ ഇവിടെ ഉണ്ട് നമ്മൾ പരിചയപ്പെടുത്താത്തത്. പിന്നെ കുറച്ച് വണ്ടികൾ പുറത്താ കിടക്കണ. ഇവിടെ സ്ഥലം കുറവായതുകൊണ്ട് വണ്ടികൾ കുറെ ഉണ്ട്. 10-60 വണ്ടികളുണ്ട്. അപ്പൊ അതൊക്കെ പുറത്തും കുറെ വർക്ക്ഷോപ്പിലും അവിടെ ഇവിടെ കിടക്കണേ. അപ്പൊ സ്റ്റിക്കർ അടിക്കുന്നോടത്തും അങ്ങനെയൊക്കെ ആയിട്ട് കിടക്കണേ. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. പറ്റിയെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാ. അപ്പൊ നമുക്ക് നല്ലൊരു വീഡിയോ നിങ്ങൾക്ക് തരാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. ഭാരത് ബെൻസൊക്കെ ഉണ്ട്, ടാറ്റയുടെ വണ്ടികളുണ്ട്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാ. ടാറ്റ 19-18 അടി വണ്ടിയാ. ഭാരത് ബെൻസ് 12 വീല് 26 അടി. ലൈലാൻഡ് 18 അടി. ബെൻസ് 10-14 16. എയ്ച്ചർ 21-10 XP. ഇത് ഭാരത് ബെൻസിന്റെ 10-14 എന്ന് പറഞ്ഞ സെഗ്മെന്റ് 2018 മോഡൽ വണ്ടി. ഇത് 20 അടി നീട്ടുള്ള വണ്ടി. ആകെ വീൽ ബേസ് വളരെ വീലും സാധനങ്ങളൊക്കെ 8.4-16 വരുന്ന ടയർ വണ്ടിയാ. ഇത് ഇപ്പൊ സെക്കൻഡ് ഓണറിലാണ് വണ്ടി നിക്കണേ. 30,000 കിലോമീറ്ററിന് വണ്ടി ആകെ ഓടിക്കണേ. അപ്പൊ ഈ 30,000 കിലോമീറ്റർ എന്ന് പറയുമ്പോ എല്ലാരും വിചാരിക്കും അത് തിരിച്ചതായിരിക്കും, അല്ലെങ്കിൽ 2018 വണ്ടി ഇത്രയും കൊല്ലം കൊണ്ട് എങ്ങനെ ഈ 30,000 കിലോമീറ്റർ ഓടിയെന്നൊക്കെ ആൾക്കാർക്ക് സംശയം വരാം. പക്ഷെ ഈ സംശയം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി പുത്തൻ വണ്ടി ഇറങ്ങിയതിന് ശേഷം ഇത് എന്തോ ഒരു ക്രിമിനൽ കേസിൽ എക്സൈസുകാർ പിടിച്ച വണ്ടിയാ. ഈ എക്സൈസുകാർ പിടിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി പിടിച്ചതിന് ശേഷം ഓപ്ഷനിൽ വന്നപ്പോഴാണ് നമ്മൾ വണ്ടി മേടിച്ചേക്കണത്. ഇപ്പൊ നമ്മുടെ പേരിൽ വണ്ടി പേര് മാറി, എല്ലാ പേപ്പേഴ്സും പുതുതായി, എല്ലാ ഭാഗങ്ങളും കറക്റ്റ്. 20,000 കിലോമീറ്റർ 30,000 കിലോമീറ്റർ ഓടി നിൽക്കുന്ന വണ്ടി. ടയർ ഭാഗങ്ങൾ കംപ്ലീറ്റ് നമ്മൾ ചേഞ്ച് ചെയ്തു. കാരണം പഴയ ടയർ പുതിയതാണ്, പക്ഷെ നമുക്ക് ഇടുന്നു കഴിഞ്ഞ് ഇത്രയും കാലം കിടുന്നല്ലേ. പിന്നെ വണ്ടി ഫുള്ള് സർവീസ് ചെയ്തു. എല്ലാ കാര്യങ്ങളും പക്കയാക്കി ഇട്ടേക്കണ വണ്ടിയാ. വണ്ടി നല്ല പുത്തൻ വണ്ടി മാതിരി നീറ്റ് ആൻഡ് ക്ലീനിൽ നിൽക്കുന്ന വണ്ടിയാ. ഇതിന്റെ പ്രത്യേകത AC ഇല്ല. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോൾ റേറ്റ് കുറവായിരിക്കും, പിന്നെ മൈലേജ് കൂടുതലായിരിക്കും. ഇത്ര കിലോമീറ്റർ നമ്മളെന്താ സത്യസന്ധമായിട്ട് പറയണേന്ന് വിചാരിച്ചാ കമ്പനിയുടെ വണ്ടിയായിരുന്നു, ഓടാണ്ട് കെടുക്കായിരുന്നു, ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ അങ്ങനെയൊന്നും അല്ല ഇതിന്റെ യാഥാർത്ഥ്യം. നമ്മൾ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും കാര്യം മനസ്സിലാവില്ല. വണ്ടി ജെന്യൂനാണ്. ആകെ 30,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. അത് നമുക്ക് ഫുൾ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് നമ്മൾ എടുത്തുന്ന വണ്ടിയാണ്. പിന്നെ പേപ്പർ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ ഇൻഷുറൻസ് പുത്തൻ ഇൻഷുറൻസാ, CF പുതിയത് ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. എല്ലാ ഭാഗങ്ങളും ഇനി എടുക്കണ പാർട്ടിക്ക് ഒന്നും നോക്കാനില്ല. അതാണ് ഈ വണ്ടി നമുക്ക് 11.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. ലോൺ വേണ്ട പാർട്ടിക്ക് ഏകദേശം ഫുൾ എമൗണ്ട് ലോണും കയറും. ഇനി ഇത് അടുത്തത് 2023 മോഡല് ഐഷർ 21-10 എന്ന് പറഞ്ഞ വണ്ടിയാ. ഇത് 8.4-20 ടയർ സൈസിൽ വരുന്ന വണ്ടി. 17 അടി നീട്ടം, ഹൈടെക് ബോഡി, സിംഗിൾ ഓണർ വണ്ടി. ആകെ 52,000 കിലോമീറ്ററിന് വണ്ടി ആകെ ഓടിക്കണേ. വെറും 52,000 കിലോമീറ്ററിന് വണ്ടി ആകെ ഓടിക്കണേ. പിന്നെ ഫുള്ള് കമ്പനി ഹിസ്റ്ററിയും കാര്യങ്ങളുള്ള വണ്ടിയാ. ഇൻഷുറൻസ്, ടാക്സ്, ടെസ്റ്റ് ഒക്കെ പുതിയതാ. പിന്നെ വണ്ടിയുടെ ക്വാളിറ്റി പറയേണ്ട കാര്യമില്ല. ഐഷർ 21-10 പാസിംഗില് 2023 വണ്ടി. ഇതാവുമ്പോ നമുക്ക് 16.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. നല്ല ട്രാക്കുള്ള പാർട്ടി ഫുൾ എമൗണ്ട് ലോണും കയറും. ഇത് 2018 മോഡല് ഐഷർ 1095 XP Pro M Booster എന്ന് പറഞ്ഞ വണ്ടി. ഇത് സിംഗിൾ ഓണർ വണ്ടിയാ. ഫ്രണ്ടിൽ ഇപ്പൊ 2 ടയർ പുതിയത് മേടിച്ചിട്ടുണ്ട്. ബാക്കിൽ 4 ടയർ ഫസ്റ്റ് ഏജ് ഉണ്ടായിരുന്നു, അത് നമ്മൾ റിസോൾവ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇപ്പൊ വണ്ടി ഇവിടെ നേരെ ഇപ്പൊ വർക്ക്ഷോപ്പിലേക്ക് വന്നിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വണ്ടിയുടെ ബാക്കി ടെസ്റ്റും പേപ്പറും ഒക്കെ പുതിയതാ. വണ്ടി എല്ലാം ഭാഗവും കളറും കാര്യങ്ങളൊക്കെ ഓക്കെ. പക്ഷെ ഇതിന്റെ പ്ലാറ്റ്ഫോമില് മറ്റേ ചെക്ക് ഷീറ്റ് അടിച്ചേക്കണം. ഇത് കംപ്ലീറ്റ് പൂതറച്ചുണ്ട്. അപ്പൊ കംപ്ലീറ്റ് ഈ ചെക്ക് ഷീറ്റ് പൊളിച്ച് കളഞ്ഞതിന് ശേഷം അടി ഫുള്ള് പെയിന്റ് അടിച്ച് ഈ ടോപ്പ് കംപ്ലീറ്റ് എടുത്ത് കാട്ടിക്കളയും. അത് വെറുതെ ഫ്ലൈ മോളിൽ അടിച്ചേക്കുന്നത്. കമ്പനി ഫുൾ ഒറിജിനാലിറ്റി. പുതിയ വണ്ടി ഇറങ്ങുമ്പോ എങ്ങനെയാണോ അതേമാതിരത്തെ ഒറിജിനാലിറ്റിയിൽ വണ്ടിയാക്കി തരും. പിന്നെ വണ്ടിയുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞൊന്ന് നോക്കാം. ഐഷർ 1095 ആകെ 1.41 ഓടിക്കുന്നു. കമ്പനി സർവീസ്. വണ്ടി ഫുള്ള് സർവീസ് ചെയ്ത് അടി ഫുള്ള് പെയിന്റ് അടിച്ച് വണ്ടിയുടെ ഇന്റീരിയൽ വാഷ് കഴിച്ച് പ്ലാറ്റ്ഫോം ഒക്കെ ക്ലിയർ ആക്കി എല്ലാ ഭാഗങ്ങളും നീറ്റാക്കി പുത്തൻ വണ്ടി മാതിരി ഇറക്കി തരും. ഇതാവുമ്പോ നമുക്ക് 11.5 ലക്ഷം രൂപ വണ്ടിക്ക് വില വരും. പിന്നെ അടുത്ത സെഗ്മെന്റ് ടാറ്റയുടെ 16-16. ഇത് 2023 ലാസ്റ്റ് വണ്ടിയാ. എനിക്ക് തോന്നുന്നു 40 ചില്ലാനം കിലോമീറ്ററിന് വണ്ടി ആകെ ഓടിക്കണേ. 2023 ലാസ്റ്റ്. ഇത് മറ്റേ സ്റ്റിയറിംഗ് ക്രൂയിസ് കൺട്രോളും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാ. പിന്നെ പേപ്പർ ഭാഗങ്ങൾ ഫുള്ള് പുതിയത്, ഇൻഷുറൻസ്, ടാക്സ്, ടെസ്റ്റ് ഒക്കെ പുതിയത്. വണ്ടിയുടെ ടയർ 6 പുത്തൻ മിഞ്ഞാന്ന് പുതിയത് മേടിച്ചിട്ടുണ്ട്.
അപ്പോളോന്റെ അമർ ഗോൾഡ് 6 ടയർ പുത്തൻ ടയർ ഒക്കെ മിഞ്ഞാന്ന് മേടിച്ചിട്ടതാ. 6 ടയറും ഗ്യാരണ്ടി ഉള്ള ടയറുകളാ. കാരണം വണ്ടി ഇത് ഇത്രയും പുതിയ വണ്ടി ലോക്കായിരിക്കും. പുതിയ വണ്ടി 2023 ലാസ്റ്റ് വണ്ടി ഓടി തേഞ്ഞ ടയർ ഇട്ടിട്ട് വിൽക്കണ്ടല്ലോ. എടുക്കണ പാർട്ടിക്കായാലും ഇനി ഒന്നും നോക്കാല് 6 ടയർ പുത്തൻ ടയർ, ഇൻഷുറൻസ് പുതിയത്, ടാക്സ് പുതിയത്, ടെസ്റ്റ് പുതിയത്, എല്ലാ ഭാഗങ്ങളും പുതിയതാ. ഈ വണ്ടി ആകുമ്പോൾ നമുക്ക് ഫൈനല് 17,50,000 രൂപയ്ക്ക് കൊടുക്കാം. ഈ വണ്ടിക്കൊക്കെ ട്രാക്കുള്ള പാർട്ടി ഫുൾ എമൗണ്ട് ലോൺ കയറും. കാരണം 10-26 ലക്ഷം രൂപ വില വരുന്ന വണ്ടിയാ. പിന്നെ ഇനി നിലവില് പെയിന്റിങ്ങിന് നിൽക്കണ വണ്ടികളുണ്ട്. അത് ഐഷർ 3015 2022 മോഡൽ വണ്ടിയാ. അതൊക്കെ വണ്ടി പെയിന്റിങ്ങിന് നിൽക്കണ വണ്ടികളാ. പെയിന്റിംഗ് എന്ന് ഉദ്ദേശിക്കുമ്പോഴേ നമ്മള് ഈ ലോഡും വണ്ടിയല്ലേ, എങ്ങനെ ഓടി കഴിഞ്ഞു കഴിഞ്ഞാലും കാറ് മാതിരി ഒന്നല്ലല്ലോ. കാറ് ഇപ്പൊ 2022 വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെതായ ഫ്രഷ്നസിൽ വണ്ടി നിൽക്കും. പക്ഷെ ഇങ്ങനത്തെ ലോഡും വണ്ടികൾ, കൊമേഴ്ഷ്യൽ വണ്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കാറ് മാതിരി ഷോറൂമിൽ ഇടുന്ന വണ്ടികളൊന്നും അല്ലല്ലോ. അത് അതിൻ്റെതായ ഓട്ടങ്ങൾ പോകുമ്പോ പെട്ടിക്ക് ചെറിയ ഞളക്കങ്ങൾ വരും. അപ്പോ അതിൻ്റെതായ കുറവുകൾ വരും. അപ്പൊ വണ്ടി ഫുള്ള് മറ്റേ ഞളക്കങ്ങൾ ഉണ്ടായിരുന്ന കംപ്ലീറ്റ് തീർത്ത് ബോഡി ലെവലാക്കി എല്ലാ ഭാഗങ്ങളും നീറ്റാക്കി ഇട്ടണ വണ്ടി. ഇനിയിപ്പോ ഇതുമ്മ ഒരു കോട്ട് പെയിന്റ് ഇതുമ്മ അടിക്കണം. ക്യാബിൻ അടിക്കില്ലേ, കാരണം ക്യാബിൻ ഒറിജിനാലിറ്റി ഉള്ള ക്യാബിനാ. ആ പെയിന്റ് ചെയ്യില്ല, വണ്ടി പോളിഷ് ചെയ്യുള്ളൂ. അതുമാതിരി തന്നെ ടയർ ഭാഗങ്ങളൊക്കെ പുതിയത്, 4 ടയർ പുതിയതുണ്ട്, 2 ടയർ റിസോളിങ്, ഇൻഷുറൻസ്, ടാക്സ്, ടെസ്റ്റ് ഒക്കെ പുതിയത്. 90,000 കിലോമീറ്റർ വണ്ടി ആകെ ഓടിക്കണേ. ഈ വണ്ടി ആകുമ്പോ നമുക്ക് 18 ലക്ഷം രൂപ. 2022 മോഡൽ വണ്ടി. 2020 മോഡല് T16 അൾട്ര 10 അടി നീളാണ്. ഇത് വണ്ടി ഇപ്പൊ വർക്ക്ഷോപ്പിലാണ് നിലവിൽ നിക്കണ. അപ്പൊ ഇത് എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഇത് അവിടെ ഷോറൂമിലേക്ക് വരും. ഇത് ഓരോ ചെറിയ ചെറിയ പണികൾ ഇതുമുണ്ട്. അതൊക്കെ ചെയ്ത് വൃത്തിയാക്കി വണ്ടി അങ്ങോട്ട് വരും. അപ്പൊ ഇത് ജസ്റ്റ് ഞാൻ ചെയ്തു എന്ന് മാത്രം. അപ്പൊ ഹൈടെക് ആണ് വണ്ടി, 20 അടി നീളം. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താ ഇതിന്റെ പണികളൊക്കെ വേഗം അവര് കഴിച്ച് നിങ്ങൾക്ക് വണ്ടി ഡെലിവറി തരും. ആവശ്യക്കാരനെ വിളിക്കുക. ജസ്റ്റ് വർക്ക്ഷോപ്പ് വണ്ടികൾ കാണിച്ചു തന്നു മാത്രം. 2020 മോഡല് 2021 രജിസ്ട്രേഷൻ വണ്ടിയാ. ഇത് 2027 വരെ AMC ഉള്ള വണ്ടിയാണ്. പിന്നെ 20 അടി നീളം. ഇത് വർക്ക്ഷോപ്പിലാണ് കിടക്കണത്. അതിന്റെ കുറച്ച് പണികളുണ്ട്. അത് കഴിഞ്ഞിട്ട് അത് പുറത്തേക്ക് വരില്ല. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുക. AC ഇല്ല, പവർ വിൻഡോ ഒന്നുമില്ല, പവർ സ്റ്റിയറിംഗ് ഉണ്ട്. പിന്നെ ഇത് ചോദിക്കണ വില 19 ലക്ഷം ഉണ്ട്. ഫുള്ള് പണി കഴിഞ്ഞ് അടിപൊളിയാക്കി തരും. ചേട്ടാ നമ്മുടെ പേര് ഇനി വേറെ ഏതൊക്കെ വണ്ടികളിപ്പോ നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ മൊത്തം 48 വണ്ടികളൊപ്പം നമ്മുടെ നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. ഈ 48 വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഷറിൽ തന്നെ കിടക്കേണ്ട വണ്ടികൾ 1095-ലുണ്ട്, 1075-ലുണ്ട്, 3014, 3015, 5016, പിന്നെ 2110, പിന്നെ ടാറ്റയില് എടുക്കുന്നുണ്ട് 1616, അൾട്രകള് എടുക്കുന്നുണ്ട് 24 അടി. അങ്ങനെ വണ്ടികളെല്ലാം സ്റ്റോക്ക് എടുക്കുന്നുണ്ട്. എല്ലാ വണ്ടികളും നമ്മൾ പണിതട്ട വണ്ടികൾ കംപ്ലീറ്റ് കൊടുക്കുള്ളൂ. എല്ലാ വണ്ടികളിലും പോരായ്മകൾ തീർത്തിട്ട് നമ്മൾ വണ്ടികൾ സെയിലാക്കുള്ളൂ. പിന്നെ ഞാനിപ്പോ ഈ പറയുന്ന വീഡിയോയില് നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 90% നമ്മുടെ അറിവും നമ്മുടെ കാഴ്ചപ്പാടും വെച്ചിട്ട് പറയുന്ന കാര്യങ്ങളാണ്. ഇനിയിപ്പോ ഇതിൽ നിങ്ങൾക്ക് വണ്ടി എടുത്തിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് വരിക, കാരണം നമ്മളിപ്പോ ദൈവമൊന്നുമല്ലല്ലോ. കാരണം വണ്ടി കാണുമ്പോഴേക്കും നമുക്ക് ഫുള്ള് സ്കാൻ ചെയ്ത് മനസ്സിലാവാനായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിയാലും നിങ്ങളൊരു പേടിയും പേടിക്കണ്ട. അതിന് എന്ത് വണ്ടികൾ പണിയാനോ കാര്യങ്ങളോ അല്ലെങ്കിൽ വണ്ടികൾക്ക് എന്താ വേണമെങ്കിൽ നമുക്ക് ചെയ്തു തരാൻ നമ്മൾ ബാധ്യസ്ഥരായിരിക്കും. അല്ലാണ്ട് വണ്ടി ഇപ്പൊ സെക്കൻഡ് ഹാൻഡ് തന്നു എന്ന് പറഞ്ഞിട്ട് ആ കൈ ഒഴിഞ്ഞിട്ട് നിങ്ങൾ വണ്ടി എടുത്ത് സെക്കൻഡ് ഹാൻഡ് അല്ലേ അങ്ങനെയല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ തല്ലൂടാനോ അല്ലെങ്കിൽ ഇതിനോ നിൽക്കില്ല. ഒരു മര്യാദയായ കാര്യങ്ങൾ. അല്ലാണ്ട് വണ്ടി കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ലൈനർ പോയി ഓടിക്കൊണ്ടിരിക്കുമ്പോ ടയർ പൊട്ടിയെന്നൊന്നും പറഞ്ഞ് നമ്മളെ വിളിക്കരുത്. വണ്ടിക്ക് എന്തെങ്കിലും മേജർ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരായിരിക്കും. അതിൽ യാതൊരു സംശയമില്ല. പിന്നെ 16 വീല് 12 വീലൊക്കെ എത്ര ഉണ്ട്? 16 വീല് 2019 മോഡല് ലൈലന്റ്, 10 ടയർ പുതിയത്, സിംഗിൾ ഓണർ, 5 ലക്ഷം കിലോമീറ്റർ ഓടിന്റെ കമ്പനി സർവീസാ. വണ്ടി നാമക്കല്ല് ബോഡി, നല്ല ക്വാളിറ്റി വണ്ടിയാ. അത് ഇപ്പൊ ഫെബ്രുവരിയിൽ എനിക്ക് തോന്നുന്നു ഇൻഷുറൻസും ടെസ്റ്റും വരും വണ്ടിക്ക്. അപ്പൊ നമ്മൾ ഫുള്ള് വണ്ടി പെയിന്റിംഗ് ഒന്നും ചെയ്യാനില്ല, എന്നാലും ഒന്ന് ടച്ച് ആൻഡ് പോളിഷ് ചെയ്ത് ഇൻഷുറൻസ് പുതിയത് എടുത്ത് ടാക്സ് അടച്ച് ടെസ്റ്റ് നടത്തി കൊടുക്കും. 30 ലക്ഷം രൂപയുടെ നമ്മൾ വണ്ടിക്ക് ചോദിക്കുന്നത്. കേരള വണ്ടിയല്ല? കേരള വണ്ടി, ഒറിജിനൽ കേരള വണ്ടി. പിന്നെ 2022 മോഡല് ഭാരത് ബെൻസ് ഉണ്ട് 12 വീല്. അത് 1.30 ആകെ വണ്ടി ഓടിയിട്ടുള്ള AC വണ്ടിയാ. പിന്നെ ആ വണ്ടി ഇപ്പൊ നിലവിൽ കിടക്കുന്ന സിമെന്റ് ബോഡിന് കിടക്കുന്ന വണ്ടി ഇപ്പൊ ബോഡി വർഷാപ്പിലേക്ക് തിങ്കളാഴ്ച പോകും. വണ്ടി നമ്മൾ പുത്തൻ ബോഡി, അതായത്
ലൈനിൽ ഓടിക്കുന്ന ബോഡി ഫുള്ള് പുത്തൻ ബോഡി കെട്ടി പാർട്ടികൾക്ക് അത് ഇൻഷുറൻസും ടെസ്റ്റ് ഒക്കെ പുതിയതാ. 4-5 ടയർ പുതിയതുണ്ട്, ബാക്കിയൊക്കെ റിസോളിങ് നല്ല ക്വാളിറ്റി പുത്തൻ പെട്ടി കെട്ടി നമുക്ക് 33 ലക്ഷം രൂപയ്ക്ക് വണ്ടി കൊടുക്കും. ചെറുവണ്ടികളെ അതൊക്കെ ഈ ഒരു 10 അടി 12 അടി ഒക്കെ ആയിട്ടുള്ള 10 അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഐഷർ 1049 സിംഗിൾ വീലുകള് അങ്ങനത്തെ വണ്ടികളൊക്കെ എടുക്കണേ 10 അടിയിൽ. പിന്നെ 12 അടിയിൽ ഐഷർ 1075 എടുക്കുന്നുണ്ട് 12 അടിയിൽ. പിന്നെ 14 അടിയിൽ പിന്നെ നമ്മുടെ കയ്യിൽ എടുക്കുന്ന 1095 2018 19 ഭാരത് ബെൻസ് നമ്മുടെ കയ്യിൽ 914 വന്ന് എടുക്കുന്നുണ്ട് 14 അടി. പിന്നെ ടാറ്റയുടെ 1010 17 അടി വണ്ടികൾ കണ്ടമാനം എടുക്കണ്ടേ. ഒരു വണ്ടി ബോഡി വണ്ടി കണ്ടിരുന്നോടാ, അത് അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയോ? ഏത് വണ്ടിയാ? 1918. അത് ടാറ്റയുടെ 1918 2019 മോഡൽ വണ്ടി. സെക്കൻഡ് ഓണർ, 4 ടയർ പുതിയത്, 2 ടയർ റിസോളിങ്, പേപ്പർ ഭാഗങ്ങൾ കംപ്ലീറ്റ് നമ്മൾ പുതിയത് എടുത്ത് കൊടുക്കും. പിന്നെ നാമക്കല്ല് ബോഡി വണ്ടി, നല്ല ക്വാളിറ്റി വണ്ടി, ആർട്ട് ബ്ലൂ ഇല്ലാത്ത വണ്ടി. അത് നമ്മൾ 15 ലക്ഷം രൂപ ചോദിക്കുന്ന അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ T16 കണ്ടിരുന്നോടാ? അത് 24 അടി 2021 മോഡല് T16 24 അടി 1,21,000 കിലോമീറ്ററാണ് വണ്ടി ഓടിക്കണേ. കമ്പനി സർവീസ്, നല്ല ക്വാളിറ്റി വണ്ടി. അതാവുമ്പോ നമുക്ക് 1650 കൊടുക്കാം. പിന്നെ അവിടെ ഒരു കണ്ടെയ്നർ, അത് 2022 രജിസ്ട്രേഷൻ, 2021 മോഡല് 24 അടി 2095 കണ്ടെയ്നർ, 24 അടി 2095 കണ്ടെയ്നർ. അതൊക്കെയാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് 17 ലക്ഷം രൂപ ചോദിക്കണം, എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഒരു ഭാരത് ബെൻസ് 16-17 കണ്ടിരുന്നു. അത് 2015. അത് വണ്ടി ഇപ്പൊ കൊടുക്കാറായിട്ടില്ല, കാരണം വണ്ടി അത് പണിയണം. 2015 മോഡൽ. അത് 2020 മോഡല് ഭാരത് ബെൻസ് 21 രജിസ്ട്രേഷൻ 16-17 12 ടൺ പാസിങ് 80,000 കിലോമീറ്റർ വണ്ടി ആകെ ഓടിയിട്ടുള്ളൂ. 2027 വരെ വണ്ടിക്ക് IMC ഉണ്ട്. ക്വാളിറ്റി വണ്ടിയാ, സിംഗിൾ ഓണർ വണ്ടി. അതൊക്കെ നമുക്ക് 19 ലക്ഷം രൂപയ്ക്ക് വണ്ടി കൊടുക്കും. ഇൻഷുറൻസ് അതിപ്പോ ഇൻഷുറൻസ് ID എനിക്ക് തോന്നുന്ന ആ വണ്ടി 21 ലക്ഷം കണ്ട ID ഉണ്ട്. അതൊക്കെ നമുക്ക് മാക്സിമം നല്ല പാർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ 10-12 ലക്ഷം രൂപ ലോണൊക്കെ ഇട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടികളാണ്. ശരി. 2018 മോഡല് ഐഷർ 5016 ബർത്ത് ക്യാബിൻ വരുന്ന വണ്ടി. ടയർ ഈ വണ്ടിയുടെ തന്നെ 3 വണ്ടി നമ്മുടെ ഉണ്ട്. 2018 മോഡല് ഐഷർ 5016 3 വണ്ടി ഉണ്ട് നമ്മുടെ 20 അടി നീട്ടം 12 ടൺ പാസിങ്. 3 വണ്ടിയുമേലും 4 ടയർ വെച്ചിട്ട് വണ്ടിക്ക് പുതിയതാ. 2 ടയർ റിസോളിങ്. ഇൻഷുറൻസ് ടെസ്റ്റ് ടാക്സ് ഒക്കെ 7-ാം മാസം പുതിയത് എടുത്തേക്കണ വണ്ടികളാ. ഒരേ നമ്പറിൽ KL 70D 1133 51 57 അങ്ങനെ പറഞ്ഞ 3 വണ്ടിയിൽ നമ്മുടെ എടുക്കണേ. വണ്ടി നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഹൈ ക്വാളിറ്റി. 2,50,000 60 70 അങ്ങനെയാണ് വണ്ടികൾ ഓടിക്കണേ. എല്ലാ വണ്ടികളും കമ്പനി സർവീസ്, കമ്പനിയിൽ മാത്രം സർവീസ് ചെയ്തിരിക്കണ വണ്ടികളാ. ഒരു ഭാഗം പോലും ക്വാളിറ്റിയിൽ നമുക്ക് മാറ്റി നിർത്താനില്ല. വണ്ടിക്ക് ഇന്ന കംപ്ലൈന്റ് ഒന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറവെന്നോ ഒന്നും പറയാനില്ല. എല്ലാ ഭാഗങ്ങളും പെട്ടിയൊക്കെ നല്ല 100-100 പെട്ടി, 20 അടി നീട്ടം, 12 ടൺ പാസിങ്, 4 ടയർ പുതിയത്, 2 ടയർ ഫസ്റ്റേഴ്സ് റിസോള്, പിന്നെ ഇൻഷുറൻസ് ടെസ്റ്റ് ടാക്സ് ഒക്കെ പുതിയത്. അത് 2018 മോഡൽ. ഈ സെഗ്മെന്റിൽ 3 വണ്ടി ഉണ്ട്. വില 12,50,000 രൂപ. ഇനി അടുത്തത് എക്കോമെറ്റ്. ഇത് 8.4 20 ടയർ വരുന്ന വണ്ടിയാ. 2019 മോഡൽ വണ്ടി BS4 ആർട്ട് ബ്ലൂ ഇല്ലാത്ത വണ്ടി. ഇത് 9 ടൺ പാസിംഗാ. അപ്പോ ഇതിന്റെ പെട്ടി മോശമായിരുന്നു. ഇപ്പൊ പെട്ടി ഫുള്ള് പണി കഴിച്ച് അതിന്റെ ക്രോസുകൾ പെട്ടി കംപ്ലീറ്റ് മോശമായിരുന്നു. അതായത് പെട്ടി സിംഗിൾ ഓണർ വണ്ടിയാ. ഈ സിംഗിൾ ഓണർ വണ്ടി എന്ന് പറയുമ്പോ ഇവര് വണ്ടി കൊണ്ട് നടന്ന് അത്യാവശ്യം ഒന്ന് വെറുതെ പെയിന്റ് അടിച്ചു വെച്ച് ടെസ്റ്റ് കൊടുത്ത് പോയായിരുന്നു. നമ്മുടെ വണ്ടി കിട്ടി, പെട്ടിയുടെ കംപ്ലീറ്റ് കുത്തുകൾ പോയിക്കായിരുന്നു, ക്രോസുകൾ പോയിക്കായിരുന്നു, എല്ലാ ചാനലുകളും കംപ്ലീറ്റ് മാറി. വണ്ടി ഇപ്പൊ എല്ലാ ബോഡി വർക്കും കഴിച്ച് വണ്ടിയുടെ പേപ്പർ ഭാഗം പുതിയത്, നല്ല ക്വാളിറ്റി വണ്ടി. ഇതാകുമ്പോ നമുക്ക് 11.45 കൊടുക്കാം. ആർട്ട് ബ്ലൂ ഇല്ലാത്ത വണ്ടി. ഇനി ഇത് ടാറ്റയുടെ 1010. ഇത് 17 അടി വണ്ടി, 2019 മോഡൽ സിംഗിൾ ഓണർ ഹൈടെക് ബോഡി. ഇത് 8.4 16 ടയറാ വരുന്ന BS4 ആർട്ട് ബ്ലൂ ഇല്ലാത്ത വണ്ടിയാ. സിംഗിൾ ഓണറിൽ തന്നെ. ഇപ്പൊ വണ്ടിയുടെ ഇൻഷുറൻസ് കഴിഞ്ഞിട്ടുണ്ട്, ടെസ്റ്റും കഴിഞ്ഞിട്ടുണ്ട്. വണ്ടിക്ക് നമുക്ക് ഇൻഷുറൻസും ടെസ്റ്റും പുതിയത് എടുത്തു കൊടുക്കാം. പിന്നെ ടയർ ഫ്രണ്ടിലേക്ക് 2 എണ്ണം പുത്തം മേടിച്ചിട്ടുണ്ട്, ബാക്കിൽ 4 എണ്ണം റീസോളിങ് ചെയ്തിട്ടുണ്ട്. വണ്ടി നല്ല വണ്ടിയാ. ബാറ്ററി കാര്യങ്ങൾ നമുക്ക് പുതിയത്, കാരണം ബാറ്ററി പോയി വണ്ടിയുടെ. അപ്പൊ പുതിയ ബാറ്ററിയും വെച്ച് പേപ്പർ ഭാഗം പുതിയത്, ടയർ ഭാഗം പുതിയത്, 1.40 ഓടിക്കുന്ന നല്ല ക്വാളിറ്റി വണ്ടി. ഇതാവുമ്പോ നമുക്ക് ആർട്ട് ബ്ലൂ ഇല്ലാത്ത വണ്ടിയാ. ഇത് നമുക്ക് 9.5 ലക്ഷം ചോദിക്കുന്നത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. 2019 മോഡൽ വണ്ടി. ഇത് ഐഷർ 3014 പ്രോ 3014 എന്ന് പറഞ്ഞ വണ്ടി 2020 മോഡൽ വണ്ടിയാ.
ഇത് 2020 മോഡൽ വണ്ടിയിൽ BS4 ലാസ്റ്റ് വണ്ടിയാ. കാരണം ഈ വണ്ടിക്ക് ആഡ് ബ്ലൂ ഇല്ല, അതായത് ഡീസൽ ടാങ്ക് മാത്രം ആഡ് ബ്ലൂ ഇല്ലാത്ത വണ്ടിയാ 2020. അപ്പൊ BS4 ആഡ് ബ്ലൂ ഇല്ലാത്ത വണ്ടി, സെക്കൻഡ് ഓണർ, 19.5 അടി നീട്ടം, 2020 മോഡല്. പേപ്പർ ഭാഗങ്ങളെല്ലാതും പുതിയതാ വണ്ടിയുടെ, എല്ലാ പേപ്പർ ഭാഗങ്ങളും പുതിയത്, നല്ല ക്വാളിറ്റി വണ്ടി. ഇതാവുമ്പോ നമുക്ക് 15.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം കേട്ടാ. 15,50,000 രൂപയ്ക്ക് കൊടുക്കാം. ടയർ ഭാഗങ്ങൾ 4 പുത്തൻ ടയർ, 2 റിസോളിങ്, ഒരു തട്ടം മുട്ട ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. 7 സ്പീഡ് വണ്ടിയാ. പിന്നെ നല്ല ട്രാക്കും കാര്യങ്ങളൊക്കെ ഉള്ള പാർട്ടിക്കാൻ ചെയ്യുന്നത് നമുക്ക് മാക്സിമം ലോൺ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളിപ്പോ ഈ വില പറയുന്നത് നോക്കണ്ട, കച്ചവടം തീരെ ഇല്ലാത്ത സമയാ. അപ്പൊ നമുക്ക് പാർട്ടിക്കാര് വന്ന ജെന്യൂൻ ബയ്യറാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വെല്ലിങ്ങാട്ട പറയുന്നല്ല, നമ്മളെ കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങളും ഹെൽപ്പും കാര്യങ്ങളൊക്കെ റേറ്റ് നമുക്ക് എന്തായാലും ഇത്രയും വണ്ടികൾ കംപ്ലീറ്റ് വാങ്ങിയിട്ട് കച്ചവടം ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു മാർജിൻ നമുക്ക് കിട്ടിയല്ലേ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു പ്രോഫിറ്റ്, വെല്ലിങ്ങാട്ട പ്രോഫിറ്റ് ഇല്ലാണ്ട് ചെറിയൊരു മാർജിൻ എടുത്തിട്ട് നമുക്ക് പാർട്ടികൾക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. വണ്ടിയുടെ കാര്യത്തിൽ നമ്മളിപ്പോൾ ഗ്യാരണ്ടി, നല്ല ക്വാളിറ്റി വണ്ടിയാ, ധൈര്യമായിട്ട് മേടിക്കാം. ഇത് നമ്മൾ നേരത്തെ ഒരു വണ്ടി കണ്ടിരുന്നു, ഒരു 50-16 ഫുൾ സ്റ്റിക്കർ വർക്ക് ഗരുഡ ട്രക്സ് എന്നൊക്കെ എടുത്തിട്ടുള്ള ഒരു വണ്ടി അവിടെ കണ്ടിരുന്നു. അതിന്റെ കൂട്ടത്തിലുള്ള വണ്ടിയാണ് ഇത്. 2018 മുകളിലാണ്, 2 ലക്ഷത്തി ചില്ലറ ഓടിക്കാണ്. 240 ആ റേഞ്ചാന്ന് തോന്നുന്നത്. ഇതിന്റെ അവസാന മിനുക്ക് പണികളിലാണ് വണ്ടി. ഇതുപോലെ തന്നെ 4 ടയർ പുതിയതാണ്. പിന്നെ 20 അടി നീളമാണ്, ഹൈടെക് ബോഡിയാണ്. ഇതൊരു പച്ചക്കറിക്ക് ഓടിയേർന്ന വണ്ടിയാണ്, വെജിറ്റബിളിന് ഓടിയേർന്ന വണ്ടിയാണ്. 2018 മോഡല്, പുതിയ പേപ്പറാണ്. ഉൾഭാഗം ഒന്ന് കാണിച്ചു തരാം. ഉൾഭാഗം എങ്ങനെയാണ്. അപ്പൊ ഇതും അതേപോലെ തന്നെ ഇവര് ചോദിക്കണ വില 12.5 ലക്ഷം രൂപയാണ്. എയ്ച്ചറിന്റെ 50-16. അപ്പൊ ആവശ്യമുള്ളവര് കോണ്ടാക്ട് ചെയ്യാ. ഇവരുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, താഴെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് ഇവരുടെ സ്ഥലം എന്ന് പറയുന്നത് ചാലക്കുടിയുടെയും കൊടകരയുടെയും ഇടയിലാണ്. ഗരുഡ ട്രക്സ് ആണ്. അപ്പൊ ആവശ്യക്കാര് കോണ്ടാക്ട് ചെയ്യാ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണേ. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യാ, കമന്റ് ചെയ്യാ, സപ്പോർട്ട് ചെയ്യാ.